അപ്പം കോളേജിൽ കോളേജിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. കോളേജിലെ എനിക്ക് ഏറ്റവും നല്ല പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ജോലിയായിരുന്നു കോട്ടയം CMS കോളേജിലെ ജോലി. പഠിപ്പിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ട് ഇല്ല. പക്ഷേ ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയത് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും CMS കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴുമാണ് ഞാൻ ശരിക്കും കെമിസ്ട്രിയാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ജോലിയിൽ ഞാൻ കൂടുതൽ 100% സിൻസിയറിറ്റി പുലർത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവിടെ പോയി നമുക്ക് തരുന്ന സിലബസ് ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. ഒരു വർഷം കൊണ്ട് ആ സിലബസ് നമ്മൾ പഠിപ്പിച്ച് തീർക്കണം. അത് കൃത്യമായിട്ട് പഠിപ്പിച്ച് തീർക്കുന്നതിൽ ഞാൻ അവിടെ 24 വർഷമാണ് കോട്ടയം CMS കോളേജ് ജോലി ചെയ്ത. 24 വർഷവും എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കൃത്യമായി പഠിപ്പിച്ച് തീർക്കുവാനും സിൻസിയറായിട്ട് പഠിപ്പിക്കാനൊക്കെയുള്ള അതിൽ ഞാൻ നിർബന്ധിതനായിരുന്നു. കാര്യം ഒരിക്കലും വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കാതെ വിടരുത് എന്നുള്ളത്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ലെക്ചറിങ് ആണ്, നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, അവരിൽ നിന്ന് ആൻസറും വാങ്ങും. അങ്ങനെ ഒരു വൈ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്, വൈ ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദിസ്, വൈ ദിസ് ഇസ് the reaction takes place like this എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആയിരുന്നു അവിടുത്തേത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള അധ്യാപകർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ ഒരു ഞാനിപ്പോൾ ഓർക്കും, ഞങ്ങളുടെ TT തോമസ് സാർ എന്ന് പറയുന്ന സാർ ഒരു വോക്കിംഗ് എൻസൈക്ലോപ്പീഡിയാണ്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈസ് എ വോക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ഇൻ കെമിസ്ട്രി എന്ന് ഞാൻ പറയാം. കാര്യം വെച്ചാൽ ഏത് കാര്യങ്ങളും എപ്പം TT തോമസ് സാറിനോട് ചോദിച്ചാലും, അത് ഓർഗാനിക് കെമിസ്ട്രി ആയാലും ഇനോർഗാനിക് കെമിസ്ട്രി ആയാലും ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഏത് കാര്യങ്ങളും സാറിനോട് ചോദിച്ചാൽ ഉടനെ സാറോട് പറയും. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോകാൻ നേരത്തായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാറിനോട് ചോദിച്ചാൽ മതി. അവിടെ ജൂനിയർ സീനിയറും വ്യത്യാസമൊന്നുമില്ല. വളരെ നിനക്കറിയാൻ വയ്യാതാണോ ഈ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വന്നത് എന്നുള്ളൊരു ചോദ്യമൊന്നുമില്ല. നമുക്ക് ഏത് അധ്യാപകനോടും കാര്യമായിട്ട് ചോദിക്കാം. വളരെ കാര്യമായിട്ടൊരു ഇളയ സഹോദരനോടെന്ന നിലയിൽ ഒരു ഉപദേശം എന്ന രീതിയിൽ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് CMS കോളേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവിടെ ജനറൽ സ്റ്റാഫ് റൂമുണ്ട്. ആ ജനറൽ സ്റ്റാഫ് റൂമിൽ ഞാൻ വളരെ ജൂനിയർ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ ജനറൽ സ്റ്റാഫ് റൂമിൽ ഞങ്ങൾക്കും ഒന്നിച്ച് അവരോടൊപ്പം സീനിയറായ അധ്യാപകരോടൊപ്പം, ചിലപ്പം പ്രിൻസിപ്പൾ വരെ അവിടെ വന്നില്ല, ആ ജനറൽ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കും. അവരോടൊപ്പം അവിടെ ഇരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ജൂനിയറായ ഇതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാം. ആദ്യമൊക്കെ നമ്മൾ സംസാരിക്കത്തില്ല, ഇവരുടെ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. അവരുടെ സംഭാഷണങ്ങൾ കയറുകയും അതിനോട് യോജിക്കുകയും അതിൽ വേണ്ട കാര്യങ്ങൾ ചിരിക്കുകയും തമാശകൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും അവരോട് കൂടെ വർത്തമാനം പറയണം. അപ്പം നമ്മൾ പറയുന്ന വർത്തമാനത്തെ അവർ എൻകറേജ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. അപ്പോൾ ഒരു ഭയവുമില്ലാതെ നമ്മുടെ ആശയങ്ങൾ നമുക്ക് പറയാനുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മറ്റ് അധ്യാപകരുടെ കോർപ്പറേഷൻ ജൂനിയർ വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ച് ജൂനിയറായിട്ട് വരുന്ന അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഒരു ഉന്നത നിലവാരത്തിൽ കൊണ്ടുവരുവാനായിട്ട് കോളേജിൻ്റെ പ്രശസ്തിയാണ് അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അവരൊരു സ്വാർത്ഥ മനോഭാവമില്ല, വളരെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയാണ്. അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുക, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ അവർ കേൾക്കുക, അതിന് വേണ്ട ഉപദേശങ്ങൾ തരിക. അതൊക്കെ ആ CMS കോളേജിൻ്റെ അധ്യാപകരുടെ ഒരു പ്രത്യേകതയാണ്. അമ്പലപ്പുഴ രാമവർമ്മ സാറിനെ പോലുള്ളവർ, അതുപോലെ തന്നെ പ്രൊഫസർ TT തോമസ്, പ്രൊഫസർ ഡോക്ടർ P തോമസ് സാറ്, പ്രൊഫസർ ഡോക്ടർ ജോർജ് M തോമസ് സാറ്, ഇവരൊക്കെ അങ്ങനെ നമുക്ക് വേണ്ട പ്രചോദനം തരുന്ന പ്രൊഫസർ ജോർജ് കോയ് സാറ്, ജോർജ് സാർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. എങ്കിലും സാറൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഉന്നത പഠനത്തിനൊക്കെ അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് CMS കോളേജിൽ ഇരുന്നു കൊണ്ട് തന്നെ അവധിയൊന്നും എടുക്കാതെ എനിക്ക് അവിടെ റിസർച്ച് പൂർത്തീകരിക്കുവാനും ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കുവാനും വിദേശത്തെ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിഗ്രി പഠനത്തിന് പോകാനും ഒക്കെ സാഹചര്യം എനിക്ക് സൃഷ്ടിച്ചതാണ്. കാരണം CMS കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠനത്തിന് പോകണമെങ്കിൽ അവർ ലീവ് തരാൻ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ ചോദിച്ചാൽ അവർ ലീവ് തരും. കാര്യം അത് നമ്മുടെ ഉന്നമനം മാത്രമല്ല, അത് കോളേജിൻ്റെ ഉന്നമനം കൂടിയാണ് എന്നുള്ള ഒന്ന് വിശാലമായി ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടം അധ്യാപകർക്കിടയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അതൊക്കെ ഒത്തിരി എൻ്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ എനിക്ക് ഈ കെമിസ്ട്രിയിലെ കൂടുതൽ പഠനങ്ങളിലേക്ക് മുമ്പോട്ട് പോകുവാനും ഒക്കെ CMS കോളേജിലേക്ക് ഉപയോഗിച്ചു. പക്ഷേ CMS കോളേജിലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, CMS കോളേജിൽ ഒത്തിരി സമരം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ CMS കോളേജിൽ സമരം നടക്കുന്ന സമയത്ത്
ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പം ആസ്കുത്ത് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് ഞാൻ ഇരുന്നു. ആസ്കുത്ത് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ടിരിക്കുമ്പോൾ അന്ന് നമ്മൾ ബാച്ചിലറായിട്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ബാച്ചിലറായിരിക്കുന്നവരെയാണ് ഹോസ്റ്റൽ. കാര്യം ഹോസ്റ്റലിൽ 24 മണിക്കൂറും അവിടെ അറ്റൻഷൻ വേണം. അതുകൊണ്ട് അതൊരു പ്രീ ഡിഗ്രിയും മാത്രമുള്ള സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഹോസ്റ്റലിൽ 2 വർഷം ആ വാർഡനായിട്ട് ഇരിക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കോളേജിൽ മിക്കവാറും സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കോളേജിൽ മിക്കവാറും സമരങ്ങളും ഒക്കെ നടക്കാറുന്ന ഒരു സമരമാണ്. അപ്പോൾ ഒരു ദിവസം സമരം നടന്നപ്പം വെളിയിൽ നിന്ന് ആൾക്കാർ വരികയും അവിടെ അടിപിടി നടക്കുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് ആ സമരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ സമരം കൊണ്ട് ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ ഞാനന്ന് ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞ വാർഡനായിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട് ഒരു ക്ലാസ്സിൽ പോയി ഞാൻ ഡെസ്റ്റ് റൂമായിട്ട് തിരിച്ചു വന്ന് ഞാൻ ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഹോസ്റ്റലിൻ്റെ ഞങ്ങളുടെ ആ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പേര് വടിയുമൊക്കെ ആയിട്ട് കയറി വരുന്നു. അവർ താഴെ റോഡിൽ നിന്ന് കയറി വരുന്നവരും വടിയൊക്കെയുമായിട്ട് കയറി വന്ന് അവരാണ് ആ ഗ്രേറ്റ് ഹാളിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ആ ഗ്രേറ്റ് ഹാളിൻ്റെ ഭാഗത്ത് വന്ന് മറ്റ് നമ്മുടെ വിദ്യാർത്ഥികളെ അടിക്കുകയും ഏതായാലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും അടിയൊക്കെ ഉണ്ടായി. അവസാനം ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. അവസാനം ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത്. അപ്പോൾ ഉടൻ തന്നെ ഇത് ഇപ്പോൾ കുടിമ ചോദിച്ചു. ഒരു 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കോളേജിലെ പ്രശ്നമായി. കോളേജിലെ പോലീസ് വരുന്നു. അവർ ചോദിക്കുന്നു ഇത് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നുണ്ടോ. അപ്പോൾ ഞാൻ ജനറൽ റൂമിൽ എന്നോടൊപ്പം വളരെ സീനിയറായ വേറെ കുറച്ച് അധ്യാപകരും ഞാനും ജൂനിയറായ മറ്റ് അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന സമയത്ത് പോലീസ് അപ്പോൾ അവർ താഴെ നിന്ന് അവരെ കണ്ടുവന്ന് അപ്പം ആരോ പറഞ്ഞു ജനറൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നവരുടെ സൈഡിൽ കൂടാണ് ഇവർ കയറി വന്നതെന്ന്. അപ്പം ജനറൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നവരെ വിളിച്ച് ചോദിക്കാനായിട്ട് പോലീസ് ഓരോരുത്തരെയും വിളിക്കുക. അപ്പം എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുറച്ച് പേര് അവിടെ പോയി കയറി വന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതേ സമയത്ത് എൻ്റെ സീനിയർ അധ്യാപകരും ഒപ്പം ഉണ്ടായിരുന്നു. അവരോടും പോലീസ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെയും വിട്ടയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ 1ാമത്തെ സാക്ഷിയായിട്ട് വന്നത് എൻ്റെ പേരാണ്. സക്രിയാവുമനാണ് 1ാമത്തെ സാക്ഷി. ബാക്കി ആരും കണ്ടവരില്ല. ബാക്കി CMS കോളേജിൽ ആരും കണ്ടില്ല. ഒരു അധ്യാപകർ പോലും കണ്ടില്ല. അങ്ങനെയാണ്. അപ്പം ഞാനങ്ങ് വല്ലാതായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ബാക്കി അധ്യാപകരൊക്കെ എന്നെക്കാളും മുതിർന്ന അധ്യാപകരായിരുന്നു എങ്കിലും അന്നത് പെട്ടെന്ന് നടന്ന സംഗതികളാണ്. ഇതുപോലെ പോലീസ് വരുന്നതും ഞങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുന്നതും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. കഴിഞ്ഞ പോലീസുകാർ ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ എഴുതിയെടുക്കാം. അന്ന് റെക്കോർഡിംഗ് ഒന്നുമില്ല. അന്ന് കാര്യങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ അവരൊക്കെ എഴുതിക്കൊടുത്ത് പോയി. അങ്ങനെ കാര്യങ്ങളങ്ങ് പോയി. പക്ഷേ 2-3 ആഴ്ച 1 മാസം കഴിഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ ഗതി അങ്ങ് മാറി. അവിടെ ആ കേസിൻ്റെ 1ാമത്തെ സാക്ഷിയായിട്ട് സക്രിയ ഉമ്മനെ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതും മാത്രമല്ല, പിന്നീടാണ് മനസ്സിലായത് ആ താഴെ നിന്ന് കയറി വന്നവരൊക്കെ BJPയിൽപ്പെട്ട ആൾക്കാരാണ്, RSSൽപ്പെട്ട ആൾക്കാരാണ് വെളിയിൽ നിന്ന് വന്നത്. അപ്പം എൻ്റെ ഞാൻ സാക്ഷി പറയേണ്ടത് അവർക്കെതിരായിട്ടുമാണ്. അപ്പോൾ എന്നോട് ഈ പോലീസ് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോവുക, കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ഇരുന്നു. അവസാനം എന്നോട് പറഞ്ഞു. അവസാനം അവർ എന്നെ CMS കോളേജിലെ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് 1-2 പേരെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇവരാണ് സാറ് കോളേജ് സ്റ്റാഫ് റൂമിലിരുന്ന് കണ്ടതും ഇപ്പോൾ ഈ കാണുന്നവരും ഇവർ 2 പേരും ഒരു കൂട്ടർ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു. കോടതിയിൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരുമ്പം ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഓടിപ്പോകുന്നത് കണ്ടു. അവരുടെ വടിയൊക്കെ ഉണ്ടായിരുന്നതും കണ്ടു. അവരിന്ന ആളാണ് എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു. പോലീസ് മുറയിലൊക്കെ പക്ഷേ എന്നോട് ദേഹത്തോടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ അന്നത്തെ SP ആയിരുന്നവരും പോലീസ് DYSP ആയിരുന്നവരും ഒക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അവസാനം എനിക്ക് അതും അത് എൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയി സാക്ഷി പറയുമ്പോൾ ഞാൻ ആർക്കും എതിരായിട്ട് പറയും, എങ്ങനെ പറയും എന്നൊക്കെ ഉള്ളു. പക്ഷേ ഏതായാലും അന്നത്തെ DSP ആയിരുന്നത് ഒരു ഷമുൽ സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു CSI മെമ്പറും കൂടെ ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ പഠിപ്പിച്ചേച്ച് ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഡെസ്റ്റ് റൂമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിലെ ചോക്ക് പോലും ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല. അപ്പോഴേ അവരിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ അവർ ഓടിപ്പോകുന്നത് കണ്ടുള്ളൂ. ഓടിപ്പോകുന്നത് വെച്ച് എനിക്ക് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവരല്ലെങ്കിൽ അതെൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റാണ്. ഇനി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ സാറ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു.
ആ ഒരൊറ്റ വർത്തമാനം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഒറ്റ വർത്തമാനം കൊണ്ട് ആ DSP എന്നെ ആ ഫസ്റ്റ് സാക്ഷിയിൽ നിന്ന് എന്നെ മാറ്റുകയും ചെയ്തു. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു വിഷമത്തിലൂടെ എനിക്ക് അത് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകരൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടു, പക്ഷേ പോലീസിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവർ കണ്ടില്ല എന്ന് പറഞ്ഞത് എന്നെ ഒരു വിഷമിപ്പിച്ച ഒരു സംഗതിയായിട്ട് വളരെ. ഈ അടുത്തിടയിൽ അന്ന് കോട്ടയം SP ആയിരുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് വന്ന ഒരു നമ്മുടെ പേരെ പെട്ടെന്ന് മറന്നുപോയി. ഈ നമ്മുടെ സെൻറ് തോമസ് CSI ചർച്ച് എന്ന പുതിയ പള്ളിയിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തോട് അത് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു പിന്നെ എൻ്റെ ആസ്കുത്ത് ജീവിതവും വാർഡൻ ജീവിതവും അതിന് ശേഷമുള്ള കോളേജ് ലൈഫും ഒക്കെ വളരെ നല്ലതായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കോളേജ് ജീവിതം.